ഹായ് ഡിയേഴ്സ്, കൽഗഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രണ്ട് പ്ലീറ്റഡ് നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് തുണി മടക്കി ഇടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പേപ്പറിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നീളത്തിലുള്ള ഒരു പീസ് തുണി ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കുക. അതിനെ വീണ്ടും ഇങ്ങനെ നാലായിട്ട് മടക്കണം. നാലായിട്ട് മടക്കിയിട്ട് നമ്മളുടെ ഓപ്പൺ സൈഡ് നമ്മുടെ എതിർദിശയിലേക്കും ഫോൾഡഡ് സൈഡ് നമ്മുടെ വശത്തേക്കായിട്ടാണ് നിൽക്കേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഷോൾഡർ നമുക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ കൈയുടെ വശത്ത് കൈ നമ്മൾ താഴത്തുനിന്ന് എനിക്കൊരു 8.5 ഇഞ്ചാണ് വേണ്ടത്. 8.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളൊരു 7.5 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്യണം. 7.5-8 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടേക്ക് ഒരു 4 ഇഞ്ച് 4.25 ഇഞ്ചൊക്കെ എല്ലാവർക്കും മതി. ഈ നമ്മുടെ കൈയുടെ ഒരു കുഴി വരുന്നുണ്ടല്ലോ, അതിനുള്ള കൈക്കുഴി മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 4.25 ഇഞ്ചിലാണ്. അതെല്ലാവർക്കും ആ ഒരു സെയിം അളവ് മതി. അതിനുശേഷം നമുക്കിവിടെ വരുന്നത് കൈയുടെ വണ്ണം 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. 9 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യണം. അതിനുശേഷം താഴെ നമുക്ക് കൈയുടെ വണ്ണം വേണ്ടത്, ഇത് ഞാൻ റെഡിമെയ്ഡല്ല തയ്ക്കുന്നത്. റെഡിമെയ്ഡ് ആണെങ്കിൽ നമ്മളൊരു 7.5 ഇഞ്ച് ഒക്കെ ഇട്ടാൽ മതി താഴത്തെ വണ്ണം. ഇവിടെ എനിക്ക് ഒരു 6 ഇഞ്ച് മതി വണ്ണം. അപ്പോൾ 6 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിലാണ്. അതിനുശേഷം ഈ 3 ഇത് കൂടി നമ്മുടെ കൈയുടെ വണ്ണവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ 9 ഇഞ്ചും ഈ 8 ഇഞ്ചും കൂടി ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടേക്ക് ഈ 7.5 ഇഞ്ചിലേക്കും ഇങ്ങനെ ഒരു ജോയിൻ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു ജോയിൻ്റ് കൊടുത്ത് ഇത് നമ്മൾ കൈ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒന്നും കൂടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഷോൾഡർ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അവിടുന്ന് താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. ഇങ്ങനെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവുമായിരിക്കും ചോക്കിന് വരച്ചപ്പോൾ. പിന്നെ താഴത്തുനിന്ന് കൈയുടെ സ്ലീവ് 8.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 8 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. ഇതെല്ലാവർക്കും ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ താഴത്തേക്ക് കൈക്കുഴി ഒരു 4.25 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് നമ്മുടെ കൈവണ്ണം ഏകദേശം ഒരു 8 ഇഞ്ചൊക്കെയാണ് എല്ലാവർക്കും വരുള്ളൂ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 9 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ മാർക്കിങ്ങാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ താഴത്തെ കൈവണ്ണം, ഇപ്പോൾ എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ് കൈവണ്ണം വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂട്ടി 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും ഒരു റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ തയ്ക്കുമ്പോഴാണെങ്കിൽ ഒരു 7.5 ഒക്കെ ഇട്ടാൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും തന്നെ വണ്ണം പാകമാവും. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ യോക്കിൻ്റെ മാർക്കിങ്ങാണിത്. 10 ഇഞ്ച്. ഈ 10 ഇഞ്ചും നമ്മുടെ ഈ കൈക്കുഴി 9 ഇഞ്ചും കൂടി നമ്മളിങ്ങനെ സ്ട്രെയിറ്റായി ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കൈക്കുഴിയുടെ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് ഈ താഴെ 10 ഇഞ്ചിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ചു. അതിനുശേഷം നമുക്കിവിടെ കൈയുടെ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് 8 ഇഞ്ചിൽ നിന്ന് ഈ 9 ഇഞ്ചിലേക്ക് ഒരു 4.25 എനിക്ക് കിട്ടിയേക്കുന്നത്. 4.25 എനിക്ക് കിട്ടിയേക്കുന്നത്. അവിടെ നിന്ന് നമുക്കിവിടെ താഴത്ത് കൈയുടെ ഇവിടെ നിന്ന് താഴത്ത് 1.5 ഇഞ്ച് ഈ കൈയുടെ എൻഡിൽ നിന്ന് നമ്മൾ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി കൊടുത്തു താഴത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്നിടത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ 4.25, അതായത് കൈയുടെ വണ്ണം മുകളിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ കുഴിച്ച് വെട്ടിയെടുക്കുന്ന ആ ഒരു അളവുണ്ടല്ലോ കൈയുടെ ഒരു വണ്ണം ഭാഗത്തിൽ,
ആ അളവിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഈ പോയിൻറ്റിലേക്ക് 4.25 കിട്ടിയത്. ആ 4.25 ഇവിടെ വരാൻ പാകത്തിന് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 4.25 വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ വരച്ച പോയിൻ്റ് ഈ 4.25 കിട്ടിയ അവിടേക്ക് നമ്മൾ ജോയിൻ്റ് ചെയ്ത് വരയ്ക്കുക. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൈയുടെ മുകളിലെ അടയാളപ്പെടുത്തി, ഇത് നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ്, ഇത് മുകളിൽ അടയാളപ്പെടുത്തിയത്. അവിടെ നിന്ന് 9 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത അളവിലേക്ക് ഇങ്ങനെ വെച്ച് അളക്കുക. അപ്പോൾ എനിക്ക് 4.25 കിട്ടിയത്. ആ 4.25 നമ്മൾ താഴത്ത് ഇവിടെ നിന്ന് കൈ ലാസ്റ്റ് എൻഡ് വരുമ്പോൾ നമുക്ക് 7.5 ആയിരിക്കും കിട്ടണത്. അവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് താഴത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ കിട്ടിയ 4.25 ഈ പോയിൻറ്റിൽ നിന്ന്, ഈ 9 ഇഞ്ച് കിട്ടിയ ഈ കൂർത്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് 4.25 മാർക്ക് ചെയ്യുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടിയടിക്കാനുള്ളത് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് താഴത്തോട്ട്. 1/2 ഇഞ്ച് കൊടുത്തു. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇവിടെ പ്ലേറ്റ് ഇടാനുള്ള ഭാഗത്തേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തേക്ക് നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്ലീവാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. സ്ലീവ് വെട്ടിയെടുക്കുകയാണ്. സ്ലീവ് വെട്ടി മാറ്റി ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടവർക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കർവായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഷേപ്പിംഗ് സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ഈ 4.25 വരുന്ന ഭാഗത്ത് നമ്മളിവിടെ ഒരു നോച്ച് കൊടുക്കണം. നമ്മൾ താഴത്തെ ഭാഗം ക്ലിയറാക്കി ഇനി മുകളിലേക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഈ എക്സ്ട്രാ ഉള്ള പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് എക്സ്ട്രാ പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇതിനകത്ത് ആകെ എക്സ്ട്രാ പീസുകൾ വന്നാണ് എത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഒട്ടും ബാലൻസ് ഉണ്ടാവില്ല അതിനകത്ത്. ബാക്ക് പീസ് നമുക്ക് 2.25 ആണ് കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തേണ്ടത്. തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടിക്കോളും. ബാക്കിൻ്റെ അളവ് 2.25 ഒരു പോയിൻറ്റും കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം യൂണിക്ക് അടയാളപ്പെടുത്തിയേക്കുന്നത്.
ബാക്ക് ഭാഗം മാറ്റി വെച്ചു. ഫ്രണ്ട് വശം 2.25. നമുക്കിവിടെ റെഡി അളവ് വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പം ഞാൻ 5.5 ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. യൂണിറ്റ് തന്നെയാണ് ഫ്രണ്ടിലും കൊടുക്കുന്നത്. വേറൊരു പീസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് അടിച്ച് മറിച്ച് ഇത് വെട്ടിയാൽ മതി ഫ്രണ്ട് വശം.